ഉപഗ്രഹങ്ങളെയും ഡ്രോണുകളെയും കബളിപ്പിക്കാൻ ഇറാൻ തങ്ങളുടെ എയർബേസുകളിലെ റൺവേകളിൽ ഫൈറ്റർ ജെറ്റുകളുടെ ചിത്രം വരച്ചുവെക്കുന്ന വാർത്ത ഈയിടെയായി എല്ലാവരും കേട്ടിരിക്കുമല്ലോ. എന്നാൽ കേട്ടോളൂ, ഇതുപോലൊരു കിടിലൻ ഐഡിയ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലും പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ശരിയാണ്. 1965ലെയും 1971ലെയും ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധകാലത്ത് കൊച്ചിയിലുൾപ്പെടെയുള്ള ജനങ്ങൾ വലിയൊരു പേടിയിലായിരുന്നു. പാകിസ്ഥാന്റെ ബോംബർ വിമാനങ്ങൾ വരുമെന്നു. എന്തിനധികം പറയുന്നു, കൊച്ചി ഹാർബറിനടുത്ത് കടലിൽ പാകിസ്ഥാന്റെ ബോംബ് വീണെന്നൊക്കെ അന്ന് വലിയ രീതിയിൽ വാർത്തകൾ പരന്നിരുന്നു. ആ പേടിയിൽ നിന്നാണ് നമ്മുടെ ആളുകൾ ഒരു ഒന്നൊന്നര ബുദ്ധി പ്രയോഗിച്ചത്. ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങൾ രാത്രി ആകാശത്തോടെ പോകുമ്പോൾ അവരെ കബളിപ്പിക്കാൻ പറമ്പിൽ നിൽക്കുന്ന വലിയ തെങ്ങുകളുടെ തലയങ്ങ് വെട്ടിമാറ്റി. അതെ, തെങ്ങിന്റെ മുകൾ ഭാഗം അപ്പാടെ വെട്ടിക്കളഞ്ഞിട്ട് ആ വലിയ കുറ്റിയിൽ കറുപ്പും വെളുപ്പും പെയിന്റടിച്ചു നിർത്തി. മുകളിൽ നിന്ന് നോക്കുന്ന പൈലറ്റിന് ഒറ്റനോട്ടത്തിൽ തോന്നുക വലിയ ആന്റി എയർക്രാഫ്റ്റ് തോക്കുകൾ ആകാശത്തേക്ക് ഉന്നം പിടിച്ചു നിൽക്കുകയാണെന്നാണ്. അങ്ങനെ ബോംബിടാൻ വന്ന ശത്രുക്കളെ നമ്മൾ മലയാളികൾ വെറുമൊരു തെങ്ങിൻകുറ്റി വെച്ച് പറ്റിച്ചു എന്നൊരു കഥ ഇന്നും പഴമക്കാർക്കിടയിലുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഔദ്യോഗിക ചരിത്രത്തിൽ ഇതിന് രേഖകളില്ലെങ്കിലും കേൾക്കാൻ നല്ല രസമുള്ള നമ്മുടെ നാട്ടിലെ ഒരു വ്യാപകമായ കേട്ടുകേൾവിയാണിത്. അന്ന് മലയാളികളുടെ തെങ്ങും കുറ്റി, ഇന്ന് ഇറാന്റെ പെയിന്റിംഗ്. യുദ്ധം ജയിക്കാൻ ആയുധം മാത്രം പോരാ, ഇതുപോലെയുള്ള കുറച്ച് ബുദ്ധിയും കൂടി വേണമല്ലേ? നിങ്ങൾക്കിതിൽ ഏത് ബുദ്ധിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? താഴെ കമന്റ് ചെയ്യുക.